ഡിവോഴ്സും പറയാം. അത് 10,000 രൂപ. 50,000. അത് 25,000. 50,000. പാസ്പോർട്ടിനൊപ്പം പുഴയിലെ ചുഴിയിൽ പോകുന്ന നായകൻ, പുഴക്കടിയിൽ നിന്ന് വാറ്റുചാരാവുമായി പൊന്തുന്ന നായകൻ. നരൻ. ആ എന്ന് സംഭവങ്ങൾ മുൻകൂട്ടി കണ്ട് പത്രമടിക്കുന്ന പത്രാധിപർ, അച്ഛൻ മരിച്ചപ്പോൾ പത്രാധിപരായ നായിക. പത്രം ന്യൂഡൽഹി. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രാഗൽഭ്യമുള്ള ബോംബെ ഡോൺ, ദംഷറാട്സ് കളിക്കുന്ന ബാംഗ്ലൂർ ഡോൺ. അല്ലല്ല, ആവേശവും ഇതും ഹിന്ദുസ്ഥാനി സംഗീതത്തില് 6 നമ്പറാണ്. അങ്ങനെ ഇത് 4-4 ടൈ ആയിരിക്കും. 6 നമ്പർ പറ്റും. ഇതില് ലവ് എന്ന് പറയുന്ന കാര്യത്തിന് ഷർഫുദ്ദീൻ കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താ? കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടുന്നതാണോ അതോ നമ്മൾ കറക്റ്റ് ആവുന്നതാണോ? എനിക്കറിയില്ല. ലവ് ലവ് എന്ന് വെച്ചാൽ എന്താ ഡെഫിനേഷൻ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരാൾക്ക് വേണ്ടി കറക്റ്റ് ആയ ആളാണോ? ഇവനെല്ലാം നമ്മൾ നല്ല ലവബിൾ ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ, അതാണ്. ഓക്കെ, അതാണ് ലവ് എന്ന് പറയുന്നത്. അതിരി പറയും. ലവ് അല്ലേ? വളരെ അപരിചിതമായ ഒരു ടോപ്പിക്കാണ് എന്നെ സംബന്ധിച്ച്. അതെന്താ? പക്ഷേ ഇൻഡിവിജ്വാലിറ്റിയെ പരസ്പരം സ്നേഹിക്കാൻ പാകത്തിന് നമ്മൾ വളരുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വാലിറ്റി എന്നതിനെ റെസ്പെക്ട് ചെയ്യാൻ പാകത്തിന് പരസ്പരം വളരുക, അതാണല്ലോ എന്നുള്ളതായിരിക്കും. യെസ്. ഐശ്വര്യലക്ഷ്മി, എന്താണല്ലോ ഈ പറഞ്ഞതിനോടുള്ള ഒരു അഡിഷനാണ്, നമ്മൾ എന്താണോ അതിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അതിലേക്ക് ഒരു ആഡ് ചെയ്യാൻ പറ്റുക, മറ്റൊരാൾക്ക് നമ്മളും ആഡ് ചെയ്യാൻ പറ്റുക. അവരുടെ പ്രശ്നങ്ങളിൽ എക്സ്ട്രാ പ്രശ്നമാവാണ്ടിരിക്കുക, അവരുടെ സന്തോഷങ്ങൾക്ക് എക്സ്ട്രാ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റും. ഫോർ മീ ദാറ്റ് ഇസ് ലവ്. ജോ പറയും. ജോന്റെ ഉത്തരം എനിക്ക് കേൾക്കണം. എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറയൂ. ലവ് മലയാളം പറയാനല്ലോ, ഒരു ഈ കൈരത്തിക്കാൻ എല്ലാം ലവ് ആണ്. നല്ല സിനിമ. സ്നേഹം പരസ്പരം, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങള് പറഞ്ഞ പോലെ വലിയ വലിയ വാക്കുകൾ എനിക്ക് അതിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളതല്ല വേറൊന്നും അറിയില്ല. പ്രേമമാണ് അഖില സാലമൊഴി. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക. ഷറഫുദ്ദീൻ, ഇപ്പൊ ഒരു ഹൊറർ സ്റ്റോറിയുടെ അകത്ത് ഈ ഹൊറർ എലമെന്റിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവില്ല. ഇപ്പൊ കാഞ്ചനയില് ശരത് കുമാർ നല്ല കിടിലൻ മനുഷ്യനായിരുന്നു, ആൾ മരിച്ചുപോയി. അതുകൊണ്ടാണ് നമുക്കൊരു ഫീൽ വരുന്നത്. അല്ലെങ്കിൽ ആകാശാങ്കി ഒരു യക്ഷിയെ ചവിട്ടിത്തടുത്തി കൊന്നു, നമുക്കൊരു ഫീൽ വരുമല്ലോ അതിനോട്. നമുക്ക് അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഹലോ മമ്മിക്കുണ്ടോ? മമ്മിയുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. മമ്മിക്ക് എന്താണ് ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു, അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഇത് ശരിക്കും ഒരു ഹൊറർ എന്ന് നമ്മൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. ഫാന്റസി ജോണറിലാണ് നിൽക്കുന്നത്. ഇതിങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നിൽക്കുന്നത്. എന്ത് രസമായിരിക്കും, രസമാണ്, പേടിയല്ല, എക്സൈറ്റ്മെന്റ്. അതാണ് ഇതിലൊരു അവസ്ഥ. അതല്ലാതെ വളരെ നോർമലാണ്. ഇതിൽ ബാക്കിയുള്ള പരിസരമൊക്കെ ബ്രോ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. അതിന്റെ ഉത്തരം കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ റിവീലിംഗ് ആയി. ഇപ്പൊ നിങ്ങളെപ്പോഴെങ്കിലും ഈ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് എടുക്കുന്ന അവരെടുക്കുന്ന ചില എക്സ്ട്രാ എഫേർട്സ് ഉണ്ടല്ലോ. ഇപ്പൊ കമൽഹാസൻ സാറ് നമ്മുടെ അപൂർവ സഹോദരങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം 3 അടി കുഴിച്ചിട്ടാണ് നടക്കുന്നത്. സോ ദാറ്റ് അത് ഹൈറ്റ് കുറഞ്ഞ ആളായിട്ട് തോന്നും. അല്ലെങ്കിൽ 3-4 മണിക്കൂർ കാലുകൾ കെട്ടിവെച്ചിട്ടാണ് നടക്കുന്നത്. സോ ദാറ്റ് ആ കഥാപാത്രം പൂർണ്ണത കിട്ടും. അന്ന് CG ഇല്ല. അംബേദ്കറിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മണിക്കൂർ ഒരു UK ട്യൂട്ടറിനെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എഫേർട്സിനെ പറ്റി വായിക്കോ, മനസ്സിലാക്കുവോ, അല്ലെങ്കിൽ അത് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമോ? അങ്ങനെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഉണ്ടോ? ക്യാരക്ടറിന്റെ പ്രോഗ്രാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അതങ്ങനെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനത്തെ എഫേർട്ട് ഇടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് എഫേർട്ട് ഇട്ട് അത് കുറച്ചും കൂടി അത് പെർഫെക്റ്റ് ആക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുക, ഉദ്ദേശിക്കുന്ന കഥാപാത്രത്തെ ഏറ്റവും ചേർന്ന് നിൽക്കുക. നമ്മൾ എന്താ ചെയ്യുക,
ഒരു വയലിനിസ്റ്റിൻ്റെ കഥ പറയാൻ അയാളുടെ ആ ജേർണിയാണ് ഫുള്ളി പറയുന്നതെങ്കിൽ ആക്ടർക്ക് വയലിനിൽ എന്തെങ്കിലും ഒരു പരിപാടി അറിയണം. അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യ. സി ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഹാർഡ് വർക്ക് എന്താണോ, ഹോം വർക്ക് എന്താണോ അത് ചെയ്യണം. അത് ചെയ്യാണ്ട് നമുക്ക്, അതായത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ആട്രിബ്യൂട്ട്സ് ആസ് എൻ ആക്ടർ നമുക്കും സെക്കൻഡ് നേച്ചർ ആയിരിക്കണം. അത് പഠിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ അങ്ങനത്തെ റോളുകൾ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. വന്നാലേ അല്ല, ആക്ച്വലി ഈ പറയുന്ന പോലെ എല്ലാ കഥകളും എന്താ പറയുക, ഇപ്പോൾ കമലഹാസൻ സാർ എടുത്തതാണെങ്കിലും ലാലേട്ടൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും എല്ലാ കഥകളും നമ്മളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കുറച്ചുകൂടി സിനിമയിലേക്ക് അടുപ്പിക്കുന്നതും അങ്ങനത്തെ കഥകൾ തന്നെയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ സച്ച് പരിപാടി, എടുക്കാൻ തയ്യാറുമാണ്. ജോ, ഈ ആക്ഷൻ പറഞ്ഞാൽ ജോ കഥാപാത്രമാവും, കട്ട് പറഞ്ഞാൽ സാധാരണ അവസ്ഥയിലേക്കാവും ചെയ്യും. അതല്ലാതെ ഫുൾ ടൈം കഥാപാത്രമാവുന്ന ഈ മെത്തേഡ് ആക്ടിങ് പോലത്തെ വേഷങ്ങളൊക്കെ വരുന്നുണ്ടോ? ഹ്യൂമർ അല്ലാത്തത്? ഹ്യൂമർ അല്ലാത്ത പരിപാടികൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്തു തുടങ്ങിയില്ല. ഇങ്ങോട്ട് 1-2 പരിപാടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഹ്യൂമർ അല്ലാതെ ക്യാരക്ടർ പരിപാടി. അപ്പോൾ അതിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പം മെയിനായിട്ട് ഹ്യൂമർ പരിപാടികളാണ്. പോകെ എനിക്കും അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണല്ലോ, അതായത് കോമിക് റിലീഫിനായിട്ട് പോലും വരുന്നതല്ല, അയാളിലൂടെയാണ് കഥ. ഞാൻ ഇന്ന് ജോമോനോട് പറയായിരുന്നു, ജോമനെ വാഴയുടെ സെക്കൻഡ് ഹാഫിൽ നീ കരയുന്ന കാണാനായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഫ്രഷ്നെസ്സും ഭയങ്കര രസവും ഫീൽ ചെയ്തത്. ഭയങ്കര രസം ഉണ്ടായിരുന്നു ഞാൻ പറയുമായിരുന്നു. കഥകളിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നെറേറ്റീവുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള എൻകറേജ്മെന്റ് ഉണ്ടല്ലോ, പാൻഡകഷ്പൊക്കെ പണിയെ പറ്റി എഴുതുന്നതൊക്കെ. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കാനോ ഹെൽപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, കലാകാരന്മാരെന്നുള്ള രീതിയിൽ? നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് ഇത്ര നല്ല പേരുള്ളതിനെ കുറിച്ച് എവിടെ ചെന്നാലും കേൾക്കുന്നതിൽ ഭയങ്കര സന്തോഷം, അഭിമാനം ഉണ്ടാവും. ഇത്തരത്തിൽ ഉള്ള സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാവണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തോന്നാറുണ്ട്. ഈ നേരമല്ലാതെ വേറെ തമിഴ് സിനിമയിലൊന്നും? ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തിട്ട് അത് റിലീസാകാൻ പോവുകയാണ്. ഓ നൈസ്. നവംബർ 29 റിലീസ്. പേര് പറയാൻ പറ്റും? സ്വർഗവാസം. നൈസ് നൈസ് നൈസ്. ഞാൻ ആൻസർ പറയുന്നത്, എനിക്ക് എല്ലാ ആൻസറും അറിയാം. ഐശ്വര്യലക്ഷ്മി, ഈ ബോൾഡായ നായികയുണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു പുതിയ വേർഷനായിരുന്നു മായാനദി. അതിനുശേഷം പക്ഷെ അതിൻ്റെ തന്നെ പതിപ്പുകൾ ബോധപൂർവം ഐശ്വര്യലക്ഷ്മി പതുക്കെ കുറച്ച് വന്നു. ഇപ്പോൾ കാട്ടുകുസ്തിയിലൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ലേ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ ലോക്ക് ആവണ്ട, സ്റ്റീരിയോ ടൈപ്പ് ആവണ്ട എന്നൊരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ആ സമയത്ത് എനിക്ക് ബോൾഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നു. അപ്പം എന്റെ പേഴ്സണാലിറ്റി ട്രീറ്റ് അല്ല, ആ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി ട്രീറ്റ് ആണ്. അവർ ബോൾഡ് ആണ്, അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർ പറയുന്ന ഡയലോഗ്സ് എല്ലാം ക്യാരക്ടറിന്റെ സ്വന്തമാണ്, എൻ്റെ അല്ല. അതിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ പൂങ്കുഴലി എന്ന് പറയുന്നത് ഒരുപാട് കാലം മുന്നത്തെയാണ്, പക്ഷെ ആ സമയത്തും ഫ്രീഡം ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഡിസിഷൻസും ഒരു സീ തുഴഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണായിട്ടുള്ള തോണിക്കാരിയാണ്, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഗാട്ട ഗുസ്തിനെ, അതായത് ഒരു ആക്ടറായിട്ട് നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി വരുമ്പോൾ ഇതും ചെയ്യാൻ എനിക്ക് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ എടുക്കുകയും ഡയറക്ടർ പറയുന്നത് അനുസരിച്ചാൽ മതി. അതാണ് ഞാൻ പഠിച്ചൊരു ട്രിക്ക്. ഡയറക്ടർ പറയുന്നത് നന്നായിട്ട് അതിനോട് സറണ്ടർ ചെയ്ത് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ പറ്റും. അപ്പോൾ ഞണ്ടുകളുടെ നാട്ടില് ക്യാരക്ടറും ഈ പറഞ്ഞ ബോൾഡാണല്ലോ. ഞണ്ടുകളുടെ നാട്ടിലൊരു ക്യാരക്ടർ അങ്ങോട്ട് പോയി ഹീറോയിന്റെ അടുത്ത് ചോദിക്കുകയാണല്ലോ, ഇവരെന്നെ പ്രേമിക്കാൻ അറിയോ, ഒന്ന് പ്രേമിച്ചാലോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. അതും ഡയറക്ടർ പറയുന്നത് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമാകണം എന്നുള്ളത് ഒരു കോൺഷ്യസ് ഡിസിഷനാണ്. ഹലോ മമ്മി ഒരു കോൺഷ്യസ് ഡിസിഷനാണ്. മനസ്സിൽ ആഗ്രഹം വന്നു തുടങ്ങിയിരുന്നു. മറ്റത് വേറൊരു ഐഡിയ ആയിരുന്നു. എനിക്ക് നല്ലൊരു ബെറ്റർ ആക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഐഡിയയിൽ ഞാൻ അമ്മു എടുത്തിട്ടുണ്ട്. ഗാർഗിയിലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഗാർഗി അത് ഇമോഷണൽ ഡിസിഷൻസ് ആണ്. ഗാർഗി ഫുള്ളി ഇമോഷണൽ ഡിസിഷൻ ആണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അതിൽ ഇപ്പം നമുക്ക് മലയാളം എന്തെങ്കിലും റൈറ്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ അങ്ങോട്ടേക്ക് പറയുന്നതാണ് ആ റോള് ഞാൻ ചെയ്യാം എന്നുള്ളത്.